Welcome you all to Kerala School Tuition YouTube channel. So today in this class we are continuing with the 10th class chemistry chapter 1 periodic table and electronic configuration. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ periodic table and electronic configuration ന്റെ ആദ്യത്തെ സെഷൻ ഒരു ഹാഫ് ആൻ അവർ പഠിച്ചായിരുന്നു. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുക വേണം കേട്ടോ. സോ ആദ്യം നമ്മൾ പഠിച്ചത് എന്ത് ബേസിലാണ്. സോ വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ എ പീരിയോഡിക് ടേബിൾ. വാട്ട് ഈസ് ദി ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ എ പീരിയോഡിക് ടേബിൾ. സോ ഇറ്റ് ഈസ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ, പ്രോട്ടോൺ നമ്പർ അനുസരിച്ചാണ് എലമെൻറ്റ്സ് അവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹൈഡ്രജൻ വരും, സെക്കൻഡ് ഹീലിയം വരും, 1 2 3 4 ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറാണ്. പിന്നെ നമ്മൾ പഠിച്ചു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം. സോ അതിൻ്റെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചത് സോഡിയമാണ് വിത്ത് അറ്റോമിക് നമ്പർ 11. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 281 ആണ്. സോ ഇത് ഫസ്റ്റ് ഷെല്ല്, കെ ഷെല്ല്, എൽ എം. So these shell naming we have studied that from the Bohr model. Bohr model അനുസരിച്ച് 1 2 3 4 K L M N different ഷെല്ലുകൾ പഠിച്ചു. അത് കഴിഞ്ഞൊരു ന്യൂ കൺസെപ്റ്റ് we have introduced here, that is known as the subshell. സബ്ഷെൽ എന്ന് പറയുന്നത് ഈ ഓരോ ഷെല്ലിനകത്തെയും സബ് എനർജി ലെവലാണ് സബ്ഷെൽ എന്ന് പറയുന്നത്. എല്ലാ ഷെല്ലുകളിലുമുള്ള സബ്ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. ടോട്ടലി എസ്, പി, ഡി, എഫ് ഇങ്ങനെ 4 സബ്ഷെല്ലുകളാണുള്ളത്. ഇതിനകത്ത് എല്ലാ ഷെല്ലുകളിലുമുള്ള സബ്ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. സോ സെക്കൻഡ് ഷെൽ എടുത്താൽ അവിടെ എസും കാണും, പിയും കാണും. തേർഡ് എടുത്താൽ എസും കാണും, പിയും കാണും, ഡിയും കാണും. ഫോർത്ത് എടുത്താൽ എസും പിയും ഡിയും എഫും കാണും. ഓക്കെ, സോ അത് നമ്മൾ പഠിച്ചു. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ സോഡിയം 281, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ നമ്പർ അനുസരിച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ഡിസൈൻ ചെയ്യുന്നത്. സോ 281 ഇതിനകത്ത് ഇലക്ട്രോൺ 1 ആയതുകൊണ്ട് ഇവൻ ഗ്രൂപ്പ് നമ്പർ 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പ് 1 എലമെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് നമ്മൾ പറഞ്ഞു 3 ഷെല്ലുകളുണ്ട്. 1 2 3 ഷെല്ലുകൾ ഉണ്ടായതുകൊണ്ട് ഇവൻ്റെ പീരീഡ് 3 ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി ലാസ്റ്റ് ഇലക്ട്രോൺ എത്ര ഉണ്ടോ അതിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചാണ് നിങ്ങളതിൻ്റെ ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു എലമെൻറ്റിൻ്റെ പീരീഡ് ഡിസൈഡ് ചെയ്യുന്നത് എത്ര ഷെല്ലുകൾ അതിനകത്തുണ്ടെന്നാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ചാണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് സച്ച് ആൻ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഹിയർ. ഫൈൻ. പിന്നെ നമ്മൾ പഠിച്ചു സോഡിയവും ആർഗണും എടുത്തു, അവരുടെ ഫില്ലിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് പൊട്ടാസ്യം വന്നപ്പോൾ പൊട്ടാസ്യം വിത്ത് അറ്റോമിക് നമ്പർ 19 ആയിരുന്നു. സോ 289 എന്ന് വരുന്നതിന് പകരം പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28881 എന്നായിരുന്നു. ശരിയല്ലേ? മുകളിലോട്ട് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെ? പൊട്ടാസ്യം, സോഡിയം പഠിച്ചു, ആർഗൺ പഠിച്ചു. അത് കഴിഞ്ഞ് പൊട്ടാസ്യം നമ്മൾ 2881 ആണ്. 289 പകരം 2881 ആണ്. അതിന് കാരണവും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. സബ് എനർജി ലെവലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, SPDF. ഫൈൻ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് SPDFന് ഓരോ ഷെല്ലിനകത്തും വരുന്ന സബ് ഷെല്ലുകൾ എസ് ഉണ്ട്. രണ്ടാമത്തിൽ എസും പിയും, മൂന്നാമത്തിൽ എസും പിയും ഡിയും, 4 SPDF ഉണ്ടെന്ന കാര്യം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ഓരോ സബ് ഷെല്ലിലും ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ കൗണ്ട്. എസ് ഷെല്ലിൽ 2 ആണ്, പിയിൽ 6 ആണ്, ഡിയിൽ 10 ആണ്, എഫിൽ 14 ആണ്. സോ 4 വെച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഫൈൻ. സോ ഇത്രയുമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽ. സോ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഷെല്ല് നമ്മൾ പഠിച്ചു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം നമ്മൾ പഠിച്ചു. ഇത് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ സബ് ഷെല്ലാണ് നമുക്ക് പഠിക്കേണ്ടത്. അതായത് ഒരു ഷെല്ലിനകത്ത് സബ് ഷെല്ലിനകത്ത് നമ്മൾ ഇലക്ട്രോൺ എങ്ങനെ ഫില്ല് ചെയ്യാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഷാൽ വി? സോ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ എ സബ് ഷെൽ. ദ ഇലക്ട്രോൺസ് എന്താ നമുക്ക് ചാപ്റ്റർ തന്നിരിക്കുന്നത് നോക്കാം. ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഷെൽസ് in the increasing order of their energy.
For example, electronic configuration of carbon with the atomic number 6. Carbon with the atomic number 6 is 2 and 4. So 2 electrons comes in the first K. In L shell 4 electron comes. This is depends upon the increasing order of the energy of the electrons. That's also we have discussed in earlier class. So the first 2 electrons are filled in K shell. First 2 electrons are filled in K shell, which has the lowest energy, and the remaining 4 electrons are filled in the L shell. Okay, ഇതെല്ലാം നമുക്ക് already അറിയാവുന്ന കാര്യമാണ്. The first 2 electrons are filled in K shell, which has the lowest energy, and the remaining 4 electrons are filled in L shell, which has higher energy. Likewise, when the electrons in an atom are distributed in subshell, they are filled in the increasing order of their energies of the subshell. So, ഷെല്ലിനകത്ത് നിങ്ങൾ ഇലക്ട്രോൺസ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നോ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യുമ്പോഴും ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി പ്രിൻസിപ്പിൾ യു ഫോളോ. So this is called subshell electronic configuration. So if in the exam it's asked, what is the basic concept of subshell electronic configuration? So what will you answer? You answer, in electron shell KLMN, electrons are distributed or arranged in the order of their increasing energy. Okay, the similar way in subshell also electrons are arranged in the increasing order of their energy of the subshell. So this is known as subshell electronic configuration. മനസ്സിലായോ? So then what will be the subshell wise electronic configuration of the carbon atom? So subshell wise electronic configuration എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇതിനകത്ത് എന്തോ ഇരിക്കുന്നതിന് വേണ്ടി പറയാൻ. കാര്യം നമുക്കറിയാം, K ഷെല്ലിനകത്ത് 1s ഉണ്ട്, L ഷെല്ലിനകത്ത് 2s ഉണ്ട്, 2p ഉണ്ട്, 3sനകത്ത് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്, 4sനകത്ത് 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്, 4f ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കും? നമ്മൾ ചിന്തിക്കും ആദ്യം 1sൽ വരും, പിന്നെ 2sൽ വരും, 2pയിൽ പോകും, 3sൽ വരും, 3pയിൽ പോകും, 2dയിൽ പോകും, 3dയിൽ പോകും, 4sൽ പോകും, 4p പോകും, 4d പോകും, 4f പോകും. പക്ഷെ അങ്ങനല്ല. There is a difference actually. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വരുന്ന ചാപ്റ്ററിനെ നോക്കാൻ പോകുന്നത്. So let's familiarize on how to write subshell wise electronic configuration of elements. Okay, the number of electrons in an atom. Okay, the number of electrons in an atom is equal to its atomic number. Yes, that is true. ശരിയല്ലേ? കാര്യം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ കൗണ്ട് ആണ്. പ്രോട്ടോണിന്റെ കൗണ്ട് ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിന്റെ കൗണ്ട് ആണ്. കാര്യം ആറ്റം ഈസ് ന്യൂട്രൽ. So that's why the number of electrons in an atom is equal to its atomic number. That is true. The atomic number of hydrogen is 1H1. So 1H1 is atomic number. So atomic number 1 ആണ്. Okay, so atomic number of hydrogen എന്ന് പറയുന്നത് 1 ആണ്. ഹൈഡ്രജൻ 1H1 എന്നാണ് നമ്മൾ എഴുതുന്നത്. Atomic number ഇവിടെയും mass number ഇവിടെയും നമ്മൾ എഴുതും. So how many electrons are present in hydrogen? How many electrons are present in hydrogen? We know it is 1. So 1 electron is present in hydrogen. In which shell is the electron filled? We know it is filled in the first shell, that is K shell. In which subshell? Definitely it is filled in S, but that subshell belongs to the first shell, that's why 1s. Clear? So hydrogen 1 electron, K shell, first subshell, that is 1s. The subshell electronic configuration of hydrogen can be represented as 1s1. 1s is the subshell, 1 is the electron filled in that, because we know in hydrogen only 1 electron is there. So read it as 1s1. So how will you read it as 1s1? So subshell electronic configuration എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതണം. ഇനി how many electrons are present in helium? ഹീലിയത്തിൻ്റെ subshell electronic configuration എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? 1s2. കാര്യം എന്താ? അതിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. മനസ്സിലാവുന്നു? So how many electrons are present in helium? We know it is 2 because atomic number is 2. Helium is also 2. Fine. So complete the subshell electronic configuration. How will you write this? It is 1s2. है ना? 1s2 കാര്യം 2 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ
1s1, helium 1s2. So 1s2. ഇനി അറ്റോമിക് നമ്പർ 3 ഉള്ള ഒരു എലമെൻ്റ് എടുത്താലോ, അതിനകത്ത് 2 + 1 കാണും. സോ 1s2 ഞാൻ ഫില്ല് ചെയ്യും, അത് കഴിഞ്ഞ് 2s1 ഞാൻ ഫില്ല് ചെയ്യും. ശരിയല്ലേ? നോക്കാം നമുക്ക്. ലെറ്റ് സീ ദ വേ ഓഫ് റൈറ്റിംഗ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നെക്സ്റ്റ് എലമെൻറ്റ് ലിഥിയം. സോ ലിഥിയം ആണ് അറ്റോമിക് നമ്പർ 3 ഉള്ളത്. Of the total 3 electrons, if 2 electrons are filled in 1s, of the total 3 electrons, if 2 electrons are filled in 1s, then the remaining electron should enter the next shell and next subshell. ശരിയല്ലേ? അടുത്ത ഷെല്ല് K ഷെല്ല് കംപ്ലീറ്റ് ആയി, ഇനി L ഷെല്ലേ ഉള്ളൂ. ആ L ഷെല്ലിനകത്തുള്ളത് 2sഉം 2pയും മാത്രമാണുള്ളത്. അപ്പോൾ അടുത്ത ഇലക്ട്രോൺ പോകുന്നത് L ഷെല്ലിലെ ഫസ്റ്റ് സബ്ഷെല്ലിനകത്താണ് 2sനാണ്. ദ റിമൈനിങ് ഇലക്ട്രോൺ ഷുഡ് എൻ്റർ ദി 2s സബ്ഷെൽ ആസ് ഇറ്റ് കംസ് നെക്സ്റ്റ് ഇൻ ദ ഓർഡർ ഓഫ് ദ ഇൻക്രീസിങ് എനർജി. നമ്മൾ ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ 2s? സോ 1s2, 2s1. കാര്യം ഒരെണ്ണല്ലേ ഉള്ളൂ. 1s2, 2s1. സോ ലിഥിയത്തിൻ്റെ 1s2, 2s1. മനസ്സിലാവുന്നു? Now complete the electronic configuration of beryllium. Beryllium is atomic number 4. So 1s2 രണ്ടെണ്ണം കഴിഞ്ഞു, ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. 2s2 2 4. 1s2, 2s2. The next element is boron, isn't it? After filling 1s, 2s, the next higher energy level is 2p. So write the electronic configuration 1s2, 2s2, 2p, 1. 2 + 2 + 4 + 1 5. So 5. So write the electronic configuration of carbon with 6. So 1s2, 2s2, 2p, 2, 2, 2, 2. മനസ്സിലാവുന്നോ? ഓക്കെ, മനസ്സിലാവുന്നോ? ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത് നോക്കാം. When we write the subshell wise electronic configuration, the number on the left side of the subshell denote the shell number. Yes, we know it. സോ ഒരു സബ്ഷെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഷെൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. ആൻഡ് ദ നമ്പർ ഓൺ ദ ടോപ്പ് റൈറ്റ് സൈഡ് ഡിനോട്ട് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. യെസ്, വി നോ ദാറ്റ് ആൾസോ. സോ ഒരാൾ വന്ന് നിങ്ങളുടെ 2p3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം 2 എന്ന് പറയുന്നത് ഷെൽ നമ്പർ ആണെന്നും 3 എന്ന് പറയുന്നത് ആ സബ്ഷെല്ല് 2p എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ നമ്പറാണെന്ന് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, സോ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. Write down the subshell electronic configuration of the elements given below and complete the table 1.6. So ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഈസിയാണ്, നോക്കാം. സോ നൈട്രജൻ 7 ആണ് അറ്റോമിക് നമ്പർ. ദെൻ ഫ്ലോറിൻ 9, സോഡിയം, അലൂമിനിയം 13, ക്ലോറിൻ 17, ആർഗൺ 18. ഓക്കെ, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ 7 ആകുമ്പോൾ 7 ആണ്, 9 ആകുമ്പോൾ 9 ആണ്, 11 ആകുമ്പോൾ 11 ആണ്, 13 ആകുമ്പോൾ ആർഗൺ അലൂമിനിയത്തിൻ്റെ 13 ആണ്, ക്ലോറിൻ്റെ 17 ആണ്, ആർഗണിൻ്റെ 18 ആണ്. സോ അറ്റോമിക് നമ്പറിൽ നിന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ അത് ഈ നമ്പറിനനുസരിച്ചാണ്. സോ 7, 1s2, 2s2, 2p3. സോ 3 + 2 5 + 2 7. ഇനി ഏതാ വരണ്ടേ? 9 വരണം. സോ 1s2 എസിനകത്ത് മാക്സിമം 2a പറ്റൂ. 2sനകത്ത് മാക്സിമം 2a പ്ലസ് പറ്റും. 2 + 2 4. സോ 9 - 4 എത്രയാണ്? 5. സോ 5 + 2 7 + 2 9. എസിനകത്ത് മാക്സിമം 2a പറ്റൂ. എസിനകത്ത് മാക്സിമം 2a പറ്റൂ. സോ 2. പിക്കകത്ത് മാക്സിമം 6. സോ 6 + 4 10 ആയി. ഇനി 3s1 അപ്പോൾ 11 ആയി. ശരിയല്ലേ? ഇനി 13 ആണ് വേണ്ടത്. എസിനകത്ത് മാക്സിമം 2 പറ്റും, 2sനകത്ത് 2 പറ്റും, 2pക്കകത്ത് 6 പറ്റും, എസിനകത്ത് 2 വരും. ഒന്ന് സം ചെയ്ത് നോക്കിയേ. 6 + 4 10 12 13 ആണ് വേണ്ടത്. സോ 3p1 കൂടെ വന്നാൽ കറക്റ്റായി. മനസ്സിലാവുന്നോ? അതുപോലെ 17 നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1s2, 2s2. ഇത് അതുപോലെ എഴുതാൻ പറ്റും നമുക്ക്. കാര്യം എന്തുവായാലും മിനിമം അത്രയും വന്നല്ലേ പറ്റൂ. 13നേക്കാൾ കൂടുതലല്ലേ 17. 3s2. ഇനി 3pക്കകത്താണ് നമ്പർ വ്യത്യാസം വരാൻ പോകുന്നത്. സോ സം ചെയ്ത് നോക്കിയേ. 6 + 4 എന്ന് പറയുന്നത് 10 ആണ്. 10 + 2 12. 12ൻ്റെ കൂടെ എത്ര കുട്ടികൾ 17 വരും? 12 + 5. മനസ്സിലാവുന്നു? ഇനി 18 അറ്റോമിക് നമ്പർ ഉള്ളത്. 1s2, 2s2, 2p6, 3s2, 3p.
സോ 6 + 4 10, 12, 12 + 6 ആണ് 18. സോ ഇത് ഫില്ലായി കഴിഞ്ഞു. പിക്കകത്ത് മാക്സിമം 6 പറ്റും. മനസ്സിലായോ? ഈ ബോക്സ് നമ്മൾ എഴുതി, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ് ടേക്ക് ദ കേസ് ഓഫ് പൊട്ടാസ്യം. പൊട്ടാസ്യം ഈസ് 19. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും, പൊട്ടാസ്യത്തിനാണ് നമ്മളൊരു ഡിഫറൻസ് നേരത്തെ കണ്ടത്. നമ്മൾ അതിനകത്ത് പറഞ്ഞായിരുന്നു 2881 എന്നാണ് വരുന്നത് 289 പകരം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡൗട്ട് അടിച്ചായിരുന്നു. ശരിയല്ല? സോ സിമിലർ തിങ് ആണ് ഇവിടെയും വരാൻ വന്നത്. ഫൈൻ. സോ ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് പൊട്ടാസ്യം ഹാവിംഗ് അറ്റോമിക് നമ്പർ 19. Remember the speciality of configuration of this element mentioned earlier. Yes, we remember it. We do remember it. How was the shell-wise configuration? How was the shell-wise electronic configuration of the potassium return? അതാണ് ഞാൻ ഇവിടെ എഴുതിയത് 2881. Fine, 2881. So see figure 11, which shows the relationship between subshells and their energy. Subshellsum energiesum തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. Compare the energies of 1s. Compare the energies of 1s and 2s subshells. Compare the energies of 1s and 2s subshells. Which one has a lower energy? ഏതിനാണ് lower energy ഉള്ളതെന്ന് ചോദിക്കുന്നത്. Compare the energies of 1s and 2s subshell. Which one has the lower energy? തീർച്ചയായിട്ടും ആദ്യം വരുന്നതിനായിരിക്കും lower energy. So 1s-നാണ് lower energy. Among the 3s and 3p subshell, which has a higher energy? 3p-ക്കാണ് higher energy ഉള്ളത്. What about 3d and 4s? 3dയും 4sഉം വർഷമാണെങ്കിലോ? So usually we expect 4s-നാണെന്ന്. ശരിയല്ലേ? So 3s 3p, അതിനകത്ത് 3p നമ്മൾ എഴുതും. ഫൈൻ. വാട്ട് അബൌട്ട് 3d ആൻഡ് 4s? 3dയും 4sഉം ആണെങ്കിലോ? നമുക്ക് ഇതുവരെയുള്ള നോളജ് വെച്ച് നമ്മൾ വിചാരിക്കും 3d കഴിഞ്ഞു, അത് കഴിഞ്ഞായിരിക്കും 4s വരുന്നത്. അതുകൊണ്ട് 4 അല്ലേ, 4-നായിരിക്കും. കാര്യം KLMN 1 2 3 4. സോ 3d എന്ന് പറയുന്നത് M ഷെല്ലാണ്, 4s എന്ന് പറയുന്നത് N ഷെല്ലാണ്. സോ യൂഷ്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് N ഷെല്ലിനാണ് എനർജി കൂടുതൽ ദാൻ M ഷെൽ. ദാറ്റ് ഈസ് ട്രൂ. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം 4s എന്ന് പറയുന്നത് ഈ ഷെല്ലിനകത്ത് വരുന്നു, 3d എന്ന് പറയുന്നത് ഈ ഷെല്ലിനകത്ത് വരുന്നു. പക്ഷേ ഇവിടെ റിവേഴ്സ് ആണ് കളി. അതായത് ഈ ഗ്രൂപ്പിൽ 3dക്കാണ് എനർജി കൂടുതൽ 4sനേക്കാളും. മനസ്സിലാവുന്നോ? So among 3s and 3p subshell, which has higher energy? 3pക്ക് തന്നെയാണ് higher energy. But between 3d and 4s, 3dക്കാണ് higher energy. That means 3p ഫില്ലായതിനു ശേഷം 4s ഫില്ലാകും, അതിനുശേഷമേ 3d ഫില്ലാകും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ 1s പറഞ്ഞു, 2s പറഞ്ഞു, 2p പറഞ്ഞു, 3s പറഞ്ഞു, 3p പറഞ്ഞു. 18 ആയപ്പോൾ ഇതെല്ലാം ഫില്ലായി. 19 ആണെങ്കിൽ ഒരു ഇലക്ട്രോണോട് അധികം കാണും. സോ യൂഷ്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 3p കഴിഞ്ഞാൽ 3d വരണം. കാര്യം തേർഡ് ഷെല്ലിനകത്ത് 3 സബ് ഷെല്ലുകളുണ്ട്. പക്ഷേ ഇവിടെ 3d ഫില്ലാകുന്നതിനേക്കാളും മുമ്പ് 4s ഫില്ലാകും. 4s1. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷെല്ലിൽ 2 വരും. സെക്കൻഡ് ഷെല്ലിൽ 6 + 2 8 വരും. തേർഡ് ഷെല്ലിൽ 6 + 2 8 വരും. ഫോർത്ത് ഷെല്ലിൽ 1 വരും. നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 എന്ന് എഴുതാൻ കാരണം 3d ഫില്ലാകുന്നതിന് മുമ്പ് തന്നെ 4s കയറി ഫില്ലാകും. മനസ്സിലാവുന്നോ? So it can be seen that energy of 4s is less than that of the 3d. 4sന്റെ എനർജി 3dയേക്കാൾ കുറവാണ്. Write down the subshell in the increasing order of their energy. 1s, 2s, 2p, 3s. 3p. 2s കഴിഞ്ഞാൽ 2s കഴിഞ്ഞാൽ 2p. 2p കഴിഞ്ഞാൽ 3s. 3s കഴിഞ്ഞാൽ 3p ആണ്. 3p കഴിഞ്ഞാൽ വരുന്നത് 4s ആണ്. 4s കഴിഞ്ഞാൽ 3d തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ 4ൻ്റെ ബാക്കി 4p വരും. മനസ്സിലായോ? 4s, 3d, 4p. So write down the subshell wise electronic configuration of potassium. ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മേളിൽ ഞാൻ എഴുതി കാണിച്ചായിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ റീറൈറ്റ് ചെയ്യാം. 1s2 1 ആണ്. 1s2, 2s2,
2p6 3s2 3p6. സോ ഇപ്പോൾ 18 ആയി. ഇനി ഒന്നും കൂടെ എഴുതണം. അത് 3d1 എഴുതുന്നതിന് പകരം നമ്മൾ 4s1 എഴുതണം. മനസ്സിലാവുന്നോ? ഇനി 20 അറ്റോമിക് നമ്പർ ഉള്ളത് വന്നാലോ ഇവിടെ 4s2 ആവും. 21 അറ്റോമിക് നമ്പർ ഉള്ളതാണെങ്കിലോ 4s2 ആയിട്ട് 3d1 വരും. p കഴിഞ്ഞാൽ 3d വരും. ആണ്ടെ 4s കഴിഞ്ഞാൽ 3d വരും. മനസ്സിലാവുന്നോ? സോ ഇവിടെ 4s1 അതാണ് നമ്മുടെ ആൻസർ. ഇനി ഞാനത് എഴുതി വെച്ചത് കണ്ടിട്ട് ഇനി തെറ്റ് എഴുതി വെച്ചിട്ട് വെക്കളല്ല എക്സാമിന്. സോ ഇവിടെ എന്തോ എഴുതണ്ടേ? 3p കഴിഞ്ഞാൽ 4s1. ഓക്കെ. സോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. എന്താ ഇങ്ങനൊരു ചാർട്ട് പരിപാടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, മഗപ്പ് ചെയ്ത് നിങ്ങളുടെ സമയം കളയാൻ വേണ്ട, നമുക്കിത് പഠിച്ചു വെക്കാൻ പറ്റും. സോ ഫ്രം ദ എബവ് we can understand that as the energy of 4s is less than 3d, the last one electron in potassium entered in the n shell after the m shell occupied with 8 electrons. Yes, ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്? KLMN 1 2 3 4. സോ 3pയിൽ നിന്നും 9th 1 ഡയറക്റ്റായിട്ട് ജമ്പ് ആവുന്നത് എന്നിനകത്തോട്ടാണ്. മനസ്സിലാവുന്നു? അതിനകത്ത് 2 ഇലക്ട്രോൺസ് കൊടുത്തിട്ട് മാത്രമേ പിന്നെ എമ്മിനകത്ത് തിരിച്ചു വരും. സോ ഫിഗർ 1.2ൽ നിന്നും നമുക്ക് ഈ സബ്ഷെല്ലിൻ്റെ എനർജി ലെവൽസ് നമുക്ക് ഓർഡർ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വറി. മനസ്സിലായോ? ഈ ഒരു പിക്ചർ നോക്കിക്കോ. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇതിനെ നിങ്ങൾ ഓർഡറിൽ എഴുതണം, എന്നിട്ട് ഒരൊറ്റ വര, അത്രേ ഉള്ളൂ. എന്തോ ചെയ്യുന്നത്? ഇതെവിടാന്ന് വരയ്ക്കുന്നത്? സ്ഥലമുണ്ടോ? ഇതിങ്ങനെ ഓർഡറിൽ എഴുതാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. കണ്ട് ആദ്യം 1s എഴുതും, 2s 2p എഴുതും, 3s 3p 3d എഴുതും, 4s 4p 4d 4f എഴുതുമ്പോൾ എസ്സിന് താഴെ ആയിരിക്കണം എല്ലാ എസും, പിക്ക് താഴെ ആയിരിക്കണം എല്ലാ പിയും, ഡിക്ക് താഴെ ആയിരിക്കണം എല്ലാ ഡിയും, എഫിന് താഴെ ആയിരിക്കണം എല്ലാ എഫ്. മനസ്സിലാവുന്നോ? സോ അതൊരു 7 വരെ എഴുതിയാൽ മതി. 7ൽ കൂടുതലൊന്നും നമ്മൾ മെയിൻലി കോൺഫിഗറേഷൻ ഒന്നും നമുക്ക് ചോദിക്കത്തില്ല. 5ൽ കൂടുതൽ ചോദിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ 1s ആയി, 2s ആയി 2p, 3s 3p 3d, 4s 4p 4d 4f, 5s 5p 5d 5f, 6s 6p 6p 6d 6f. ഓക്കെ, 7s 7p 7d 7f. നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. എഴുതിയിട്ട് ഇങ്ങനെ ഓരോ ആരോകളങ്ങ് വരച്ചാൽ മതി. ഓരോ ആരോകൾ ഓരോന്ന് വരച്ച് വരുമ്പോൾ വരുന്ന ഓർഡർ, അതായത് ഇത് ഒരു ലൈനായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഈ വരയ്ക്കുന്നത് ഒരു ജോയിൻ്റ് കണക്ഷൻ ആണെന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വരുന്ന ഓർഡറാണ് നമ്മുടെ ഓർഡർ. അതായത് ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങോട്ട് വരും, പിന്നെ വീണ്ടും ഇവിടുന്ന് തുടങ്ങണം. നിങ്ങൾ ഈ ജോയിൻ്റ് ഒന്നും ഓർത്തിരിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് കാണിച്ചു തരാം. എങ്ങനെ നമ്മൾ എഴുതിയത്? 1s എഴുതി, 2s എഴുതി, 2p എഴുതി, 3s എഴുതി, 3p എഴുതി, 3d എഴുതി, 4s എഴുതി, 4p എഴുതി, 4d എഴുതി, spdf 4f എഴുതി, 5s ആയി, 5p ആയി, 5d ആയി, 5f ആയി. ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ താഴോട്ട് പോകുന്നു. ഇത്തിരി ഗ്യാപ്പ് ഇട്ട് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടു. ഇത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാൻ ആക്ച്വലി ആളില്ല, അതുകൊണ്ടാണ് അതുകൊണ്ട് ചേർത്ത് എഴുതണമെന്ന് പറഞ്ഞത്. എന്താ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, 6s ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ 1s ആദ്യം എഴുതും, 2s എഴുതും, അത് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങണം, ഈ ബാക്കിൽ നിന്ന് വേണം തുടങ്ങാൻ. 2p 3s 2p 3s ആയി, പിന്നെ ഇവിടെ എഴുതും, അത് 3p ആണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഏതാ? 4s ആണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഏതാ? 3d ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഏതാ? 4p ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഏതാ? 5s ആണ്. മനസ്സിലാവുന്നോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്തിരി ഗ്യാപ്പിട്ട് എഴുതിയാൽ നിങ്ങൾക്കത് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ,
സോ അത് എഴുതി. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം വിത്ത് അറ്റോമിക് നമ്പർ 21 അറ്റോമിക് നമ്പർ വരുന്ന സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എഴുതാം 2,8 എഴുതി. അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ എഴുതിയിരുന്നത് 2,881 ആയിരുന്നു. നമ്മൾ പൊട്ടാസ്യത്തിന് എഴുതിയിരുന്നത് 19. ശരിയല്ലേ? മനസ്സിലാവുന്നോ? 2,881 പൊട്ടാസ്യത്തിൻ്റെ 19 ആയിരുന്നു. അപ്പോൾ 20 ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 2 ആകുന്നു. 21 ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 2 ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇവിടെ വരും വീണ്ടും. അപ്പോൾ ഇത് 9 ആകുന്നു. അതല്ലേ എഴുതിയിരിക്കുന്നത് 2892. How can we distribute its subshell electronic configuration? Subshell electronic configuration എങ്ങനെ എഴുതാനാണ് ചോദിക്കുന്നത്. നിങ്ങൾ 1s എഴുതുക, 2s എഴുതുക, 2p എഴുതുക, 3s എഴുതുക, 3p എഴുതുക. അത് കഴിഞ്ഞ് 3d വരുന്നതിന് മുമ്പ് 4s ആണ് നമുക്കറിയാം. 4s കഴിഞ്ഞാൽ 3d വരുമെന്ന് നമുക്കറിയാം. ഇനി എഴുതിക്കോ നമ്പർ 2, എസിൽ മാക്സിമം 2, പിയിൽ മാക്സിമം 6, എസിൽ മാക്സിമം 2, പിയിൽ മാക്സിമം 6. ഓക്കെ, എസിൽ മാക്സിമം 2. അതൊന്ന് കൂട്ടി നോക്കിയേ. 6 4 10, 16 2 18 2 20 ആയി. സോ 20 ആയി കഴിഞ്ഞു. 20 എന്ന് പറഞ്ഞാൽ 4s നിർത്തണം. 21 ആകുമ്പോൾ 3d 1 കൂടെ നിങ്ങൾ എഴുതും. മനസ്സിലായോ? 3p6, 4s2, 3d1. സോ അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി സബ്ഷെൽ ഓഫ് സ്കാൻഡിയം ഇൻ ദ ഓർഡർ അവരതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് 3d1. ബട്ട് ദിസ് ഈസ് റിട്ടേൺ ആസ് ഡിയുടെ കാര്യം റിട്ടേൺ ആസ് ഡിഫറെൻ്റ് രീതിയിലാണ് എഴുതുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷെല്ലിൽ മൊത്തവും ആദ്യം തന്നെ എഴുതണം, സെക്കൻഡ് ഷെല്ലിൽ മൊത്തം ആദ്യം എഴുതണം, തേർഡ് ഷെല്ലിൽ മൊത്തം ആദ്യം, അതായത് 3d ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതണം. കാര്യം ഷെല്ലുകൾ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് ആദ്യം 1 കഴിഞ്ഞു, പിന്നെ 2 കഴിഞ്ഞു, പിന്നെ 3 കഴിഞ്ഞു, പിന്നെ 4. സോ ഈ 3d1 എന്ന് പറയുന്നത് ഇവിടെ എടുത്ത് എഴുതി. സോ ഇതാണ് കറക്റ്റ് ഓർഡർ. ഈ ഓർഡർ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അല്പം കുറയും. തെറ്റാകത്തില്ല, മാർക്ക് അല്പം കുറയും. സോ ഇതിനേക്കാളും അര മാർക്ക് കൂടുതൽ കിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ ദാറ്റ്സ് ആൾസോ മാറ്റേഴ്സ്. ഹാഫ് മാർക്ക് മാറ്റർ അല്ലേ? സോ ബേസ്ഡ് ഓൺ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി once the 4s is filled, the next electron should go to 3d. This is how scandium gets the electronic configuration 2892. നമുക്കറിയാം. So write the electronic configuration of Ti ടെറിലിയം ആണെന്ന് തോന്നുന്നു 22, V വനേഡിയം ആണെന്ന് തോന്നുന്നു 23. ഓക്കെ, സോ ടിഐയുടെയും ടെറിലിയം അല്ല, ടി ഐ എന്ന് പറയുന്നത് ടൈറ്റാനിയമാണ്. ടി ഐ എന്ന് പറയുന്നത് ടൈറ്റാനിയമാണ്, വി എന്ന് പറയുന്നത് വനേഡിയമാണ്. ഫൈൻ. സോ T22 ടൈറ്റാനിയം, വി എന്ന് പറയുന്നത് വനേഡിയം. സോ ടൈറ്റാനിയത്തിൻ്റെയും വനേഡിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഇത് നമുക്കറിയാം 21 ആയിരുന്നു സ്കാൻഡിയം. സോ 22 വരുമ്പോൾ എന്താ പറ്റും? ഡിയുടെ എണ്ണം കൂടും, 2 ആവും. 23 വരുമ്പോഴോ ഡി എന്ന് പറയുന്നത് 3 ആവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായോ? വേറെ ഒരു വ്യത്യാസവും ഇല്ല അതിനകത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. സോ ടൈറ്റാനിയം 22 അറ്റോമിക് നമ്പർ, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6. ഇനി 3 തുടങ്ങണം, 3s2, 3p6. നമ്മളത് കഴിഞ്ഞ് 4s ആണ് സാധാ എഴുതുന്നത്, 4s2. അത് കഴിഞ്ഞ് 3d എഴുതണം, 3d2 ആണ് ഇവിടെ വരുന്നത്. അവിടെ 1 ആയിരുന്നെങ്കിൽ ഇവിടെ 2 വരും. സോ ടൈറ്റാനിയം ഓവർ. പിന്നെ ഏതാ വരുന്നത്? വനേഡിയം വിത്ത് 23 അറ്റോമിക് നമ്പർ. സോ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d3. മനസ്സിലായോ? വനേഡിയത്തിൻ്റെ ആയി. സോ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 10, 2 ആണ്. ഇവിടെ 2, 8, 11, 2 ആണ്. ഇത് 11 വരാൻ കാര്യം എന്താ? 3 വരുന്ന എല്ലാം കൂടെ കൂട്ടി വെക്ക്. 6 2 8, 8 3 11. 3 വരുന്ന എല്ലാം കൂടെ കൂട്ടി വെക്ക്. 6 2 8 2 10. അതുകൊണ്ടാണ് ഇവിടെ 10 വന്നത്. അതുകൊണ്ടാണ് ഇവിടെ 11 വന്നത്. മനസ്സിലാവുന്നോ?
Let us familiarize another method of representing subshell electronic configuration. While writing the subshell electronic configuration of elements, with the higher atomic number, symbols of the noble gas preceding that element may be shown within the square brackets following the electronic configuration of the remaining subshell. ഇവിടെ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ another method of representing subshell electronic configuration ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം 18th ഗ്രൂപ്പിനെ നമ്മൾ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നാണ് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ഇവന്മാരാണ് ആക്ച്വലി ഈ 18th ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ഈ 18th ഗ്രൂപ്പിൻ്റെ സിമ്പൽ എഴുതിയിട്ട് ബാക്കി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാറുണ്ട്. അതും ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ്. അതായത് ഒരുപാട് ടെൻഷനൊന്നും ആവണ്ട. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പൊട്ടാസ്യം എന്ന് പറയുന്നത് 19 ആണെന്ന് നമുക്കറിയാം അറ്റോമിക് നമ്പർ. അതെന്ന് പറയുന്നത് ഇത്രയും ആയപ്പോൾ 10 ആയി, 6 + 10 ആയി, ഇതായപ്പോൾ 18 ആയി, 1 ആയപ്പോൾ 19 ആയി. മനസ്സിലാവുന്നു? സോ ദ പ്രിസീഡിങ് നോബിൾ ഗ്യാസ് പൊട്ടാസ്യം 19 ആണെങ്കിൽ പ്രിസീഡിങ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആണ്. ആർഗൺ 18 ആണ്. കാര്യം ആർഗൺ ഫില്ലാവുന്നത് എങ്ങനെയാ? 2, 8. സോ 8 + 2 10 ആണ്. 10 കഴിഞ്ഞാൽ 8ഉം കൂടെ വരണം. സോ 18. സോ 8 + 2 10 + 8. സോ ഇതാണ് ആർഗൺ എന്ന് പറയുന്നത്. സോ 2, 8, 8. So the preceding noble gas argon has electronic configuration 1s, 2s, 2p, 3s, 3p. Hence, we could write it as the preceding inert gas in the പേര് ആർഗൺ ആണെങ്കിൽ അതിൻ്റെ അതേ സിമ്പിൾ എഴുതിയിട്ട് അതൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ബാക്കി എഴുതും 4s1. അതിൻ്റെ അർത്ഥം ഇവിടം വരെ ഉള്ളത് ആർഗണിൽ കവേർഡായി, ബാക്കി 4s1 എഴുതി. So that is also a way of writing that. So next one, which is noble gas preceding, which is the, so അടുത്തൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ രീതി മനസ്സിലായെങ്കിൽ നിങ്ങൾ അടുത്തൊന്ന് വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ നോബിൾ ഗ്യാസ് പ്രിസീഡിങ് സോഡിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 11. സോ അറ്റോമിക് നമ്പർ 10 ഉള്ള ഇനേർട്ട് ഗ്യാസ് ഏതാണ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ഏതാണ്? നിയോൺ ആണ്. സോ 10 Ne എന്ന് പറയുന്നത് നിയോൺ ആണ്. നിയോൺ എന്നൊക്കെ പറയുന്നത് ഗ്യാസിൻ്റെ പേരാണ് കേട്ടോ. ചില പിള്ളേരുടെയൊക്കെ പേര് നിയോൺ എന്നൊക്കെ നിങ്ങൾ കേട്ടതാണ്. സോ 10 Ne. സോ റൈറ്റ് ഇറ്റ്സ് സബ്ഷെൽ കോൺഫിഗറേഷൻ. സോ നിയോണിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതിയേ 1s2, 2s2. സോ 2 + 2 4 ആയി, 2p 6, 10 ആയില്ലേ. സോ ഇതാണ് അതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയത്തിൻ്റെ എങ്ങനെയാണ് വരുന്നത്? 1s2 വരും, 2s2 വരും, 2p6 വരും, 3s1 വരും. ശരിയല്ലേ? ഇനി യൂസിങ് ദ സിമ്പിൾ ഓഫ് നിയോൺ റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ കോൺഫിഗറേഷൻ. സോ നിയോൺ ഞാനിവിടെ എഴുതും, നിയോണിൻ്റെ പേര് അതുപോലെ എഴുതുക നിയോൺ. അത് കഴിഞ്ഞാൽ വരുന്നത് എന്തുവാ? 3s1. ശരിയല്ലേ? കാര്യം ഇത്രയും ഉള്ളത് നിയോണുമായിട്ട് സിമിലർ ആണ്, നിയോണിൽ കവറായിപ്പോയി. പിന്നെ വരുന്നത് ഒരു 3s1 ആണ്. ഓക്കെ. സോ ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ Ne 3s1 എന്ന് നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ യു വിൽ റീഡ് നിയോൺ കോർ 3s1 എന്ന് വായിക്കും. കോറിലുള്ളത് നിയോൺ ആണ്, അത് കഴിഞ്ഞാൽ 3s1 എന്ന് വായിക്കും. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? ആർഗൺ കോർ 4s1 എന്ന് വായിക്കും. ആർഗൺ കോർ അതായത് സ്ക്വയർ ബോക്സിനകത്ത് ഒരു എലമെൻറ്റിൻ്റെ അത് കൊടുത്താൽ കോർ എന്ന് വായിക്കാം നിങ്ങൾക്ക്. മനസ്സിലാവുന്നോ? അതുപോലെ ഇതൊക്കെ എഴുതാനാണ് സ്കാൻഡിയം 21, അത് ആർഗൺ ആദ്യം എഴുതി, അതായത് 18 കവറായി ഇവിടെ, പിന്നെ 3യും കൂടെ വരണം, അത് 3d1ഉം 4s2 ആണ്. പിന്നെ വരുന്നത് കാൽസ്യമാണ്, കാൽസ്യം 20 ആണ്. മഗ്നീഷ്യം, കൊബാൾട്ടും സിങ്കും വരുന്നുണ്ട്. കാൽസ്യം 20 ആണ്. സോ അതിനകത്ത് ആർഗൺ ആണ് കവറാവുന്നത്. കാര്യം 20 എന്ന് പറയുമ്പോൾ 18 + 2 അല്ലേ. അത് കഴിഞ്ഞ് വരുന്നത് 4s2 ആണ്. 3d ഇവിടെ വരത്തില്ല കേട്ടോ. 3d ഇവിടെ നിന്ന് വാനിഷ് ആയി പോകും. 4s2 ആണ് വരുന്നത്. പിന്നെ മഗ്നീഷ്യത്തിന് മുമ്പുള്ളത് 10 വരുന്നത് നിയോൺ ആണ്. സോ കോർ നിയോൺ വന്നിട്ട് 3s2ഉം കൂടെ വരും. കാര്യം നിയോൺ വരുമ്പോൾ 2 കവറായി, ഹീലിയം വരുമ്പോൾ 1 കവറായി. ഫൈൻ. പിന്നെ നിയോൺ വരുമ്പോൾ 2 കവറായി,
ആർഗൺ വരുമ്പോൾ 3 ഓൾമോസ്റ്റ് കവറായി, അത് കഴിഞ്ഞാൽ 4 വരും എന്നർത്ഥം. മനസ്സിലായോ? ഇനി കൊബാൾട്ട് 27 ആണ്. 27 എന്ന് പറയുന്നത് ആർഗൺ തീരും 18, പിന്നെ 3Dയും വരും, 4s വരും. 4s 2 ആണ്, 18 + 2 ആയി കഴിഞ്ഞാൽ 20, പിന്നെ ഒരു 7 കൂടെ കൊടുക്കും, 3D7. സിങ്ക് 30 ആണ്. ഇവിടെയും ആർഗണിൽ നിന്നാണ് തുടങ്ങുന്നത്. ആർഗണായി ഇപ്പോൾ 18 ആയി, 4s 2 ആയി, സോ 2 + 20 ആയി, 18 3D 30 അല്ലേ, 20 ഇവിടെ 10 കൂടെ വരും, 3D കിട്ടാൻ. കാര്യം എന്തുവാ? നമുക്കറിയാം എസിനകത്ത് മാക്സിമം 2, പിക്കകത്ത് മാക്സിമം 6, ഡിക്കകത്ത് മാക്സിമം 10 ആണ്. സോ ഡിക്കകത്ത് 10 വരെ വരും. സോ സിങ്കും കൂടെ ആകുമ്പോഴത്തേക്ക് ഡി ഫില്ലായി കഴിഞ്ഞു. മനസ്സിലാകുന്നോ? ഇനി 4P ആയിരിക്കും വരുന്നുണ്ടെങ്കിൽ വരുന്നത്. ഓക്കെ. പെക്യുലാരിറ്റി ഓഫ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആണ് ഇനി പറയാൻ പോകുന്നത്. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പെക്യുലാരിറ്റി അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ലതാണെങ്കിൽ നല്ലതാണെന്നും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിങ്ങൾ പറയണം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഐ വിൽ ബി ആൻസറിങ് ദാറ്റ്. എനിക്ക് തോന്നുന്ന ഡൗട്ട്സ് ഒന്നും കാണില്ല. ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഈ ഒരു ക്ലാസ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ. താങ്ക് യു ഓൾ. ബൈ.